പ്രസിഡന്റായിട്ടുള്ള തന്റെ രണ്ടാം വരവ് മുതൽ തന്നെ അമേരിക്കയുടെ വിദേശ നയത്തിൽ മുഴുവൻ മാറ്റങ്ങൾ വരുത്താനാണ് കൂടുതലും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് ഭരണകൂടം കൂടുതലും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ജപ്പാൻ, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, യുക്രൈൻ, ഇന്ത്യ തുടങ്ങി മുൻ അമേരിക്കൻ ഭരണകൂടങ്ങൾ സഖ്യകക്ഷിയാക്കാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുള്ള സകല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ട്രംപ് കൂടുതൽ വഷളാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 4 മാസത്തെ തന്റെ ഭരണത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുക്കളെ സ്പർശിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സുഹൃത്തുക്കളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു അവസരം ട്രംപ് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നതും നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകുമ്പോൾ അമേരിക്കയുടെ പ്രവാസികൾ ഏറെ ആശങ്കയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ 3.5% നികുതിയായി നൽകേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത്. 5% നികുതിയാണ് ആദ്യം ശുപാർശ നൽകിയിരുന്നത്. പിന്നീട് അത് 3.5% കുറയ്ക്കുകയായിരുന്നു. തുടർന്ന് UAE കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രവാസി ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളിലൊന്നായി അമേരിക്ക മാറുകയാണ്. അതിനാൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നതും യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹമായിരിക്കും. 2023 കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 29 ലക്ഷം ഇന്ത്യക്കാർ US സ്ഥിരതാമസമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ഏറ്റവും അധികമുള്ള പ്രവാസി സമൂഹത്തിൽ മെക്സിക്കോയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുന്നത്. റിസർവ് ബാങ്കിന്റെ മാർച്ചിലെ റെമിറ്റൻസ് സർവേ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. 27.7% യഥാർത്ഥത്തിലുള്ള വിഹിതം എന്നത്. ഏകദേശം $32,000 കോടി, അതായത് 27.26 ലക്ഷം കോടി രൂപയാണ് 2023-24 ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും എത്തിയത്. 2ാം സ്ഥാനത്തുള്ള UAEയുടെ വിഹിതം എന്നത് 19.2%. പുതിയ നികുതി നടപ്പാക്കുന്നതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്കിനെ നിരുത്സാഹപ്പെടുത്തുകയും അതുപോലെ ഇന്ത്യയിലെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക പിന്തുണ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് കൂടുതലും നിരീക്ഷണങ്ങൾ നിലനിൽക്കുന്നത്. ബില്ല് പ്രാബല്യത്തിലാകുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് $1,000 അയക്കുമ്പോൾ $35 നികുതി പിടിക്കുകയും ചെയ്യുന്നതായിരിക്കും. $965 ആയിരിക്കും നാട്ടിലുള്ളവർക്ക് ലഭിക്കാൻ പോകുന്നത്. അമേരിക്കയിൽ കൊടുക്കേണ്ട മറ്റു നികുതികൾക്ക് പുറമെ കൂടിയാണ് ഈ നികുതി എന്നത്. നിലവിലുള്ളതിന് പകരം ഒരിക്കലും ഇതാകുന്നുമില്ല. ഇതിൽ ആശ്രിതരുള്ളവരുടെ തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ വലിയ തോതിലായിരിക്കും ഇത് കൂടുതലും ബാധിക്കുക. നാട്ടിൽ വീട് വാങ്ങാനും മറ്റ് പദ്ധതി ഇടുന്നവർക്ക് 3.5% തുക അധികമായി കണ്ടെത്തേണ്ടി വരികയും ചെയ്യും. 2025 ഡിസംബർ 31 വരെ ആയിരിക്കും പ്രവാസികൾക്ക് സമയം ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും ഇത് പ്രാബല്യത്തിലേക്ക് ആകുകയും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ കൂടുതൽ തുക കൈമാറുന്നുള്ളവർക്ക് 2026 മുൻപ് തന്നെ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതായ സാഹചര്യം വരും. മാത്രമല്ല, അമേരിക്കയിൽ നിന്നുള്ള പ്രവാസി പണത്തെ ആശ്രയിച്ച് നിൽക്കുന്ന മെക്സിക്കോ, സാൽവഡോർ, ഗ്വാട്ടിമല തുടങ്ങിയ രാജ്യങ്ങൾ ബില്ലിനെ ശക്തമായി തന്നെയാണ് എതിർക്കുന്നത്. H-1B ഉൾപ്പെടെയുള്ള കുടിയേറ്റ വിസ ഉടമകളല്ലാത്തവരും ഗ്രീൻ കാർഡ് ഉടമകളും അടക്കമുള്ള അമേരിക്കൻ പൗരന്മാരല്ലാത്തവർ നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര പണക്കൈമാറ്റങ്ങൾക്കും 3.5% നികുതിയാണ് യഥാർത്ഥത്തിൽ ചുമത്തുവാൻ പോകുന്നത്. ഇളവിന് പരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ചെറിയ തുക അയച്ചാൽ പോലും ഈ നികുതി വലിയ രീതിയിൽ ബാധകവുമായിരിക്കും. അതേസമയം തന്നെ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയ്ക്കുള്ള പണിയും ട്രംപ് കരുതി വെച്ചതായിട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് കൂടുതലും അവകാശപ്പെടുന്നത്. ദക്ഷിണ കൊറിയയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ ഗുണമായി മാറുകയും ചെയ്യും. ദക്ഷിണ കൊറിയക്കെതിരായ ഉത്തര കൊറിയൻ നീക്കങ്ങളൊക്കെയാണ്. നിലവിൽ ഉത്തര കൊറിയ പല വിധത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദക്ഷിണ കൊറിയയ്ക്ക് അമേരിക്ക ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സൈനികരെ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഏഷ്യയിലെ അമേരിക്കയെ വിശ്വസിച്ച് വമ്പൻ കളികൾക്ക് ഇറങ്ങി തിരിച്ച മറ്റ് സഖ്യകക്ഷികളിലും ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഏകദേശം 4,500 സൈനികരെ തിരിച്ചു വിളിക്കുന്നതിനെ കുറിച്ച് പെന്റഗൺ പരിഗണിക്കുന്നുണ്ടെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് വെളിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ പെന്റഗണിന്റെ നിർദ്ദേശം ഇതുവരെ പ്രസിഡന്റിന്റെ മേശയിൽ എത്തിയിട്ടില്ലെന്നും എന്നാൽ ചർച്ചകൾ തീവ്രമായി തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയുണ്ടായി. അതേസമയം തന്നെ പെന്റഗൺ വക്താവ് ഈ റിപ്പോർട്ട് തള്ളിക്കളയാതെ ഈ നയത്തെക്കുറിച്ച് നിലവിൽ ഒരു പ്രഖ്യാപനം നടത്താനില്ല എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ വക്താവായിട്ടുള്ള പീറ്റ് ന്യൂയൻ സൈന്യത്തെ പിൻവലിക്കുന്ന വിഷയം പരാമർശിച്ചിട്ടുമില്ല. എങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിന് പ്രതിജ്ഞാബദ്ധനാണെന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം അഭിപ്രായം പറയാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഏകദേശം 28,500 അമേരിക്കൻ സൈനികരെ വിന്യസിച്ച
വർദ്ധിപ്പിച്ചിരിക്കുന്ന ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യം എന്നത് മാറ്റത്തിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ കാലാവധി മുതൽ ആലോചിച്ച് വരികയാണെന്ന് ഇതിൽ നിന്നും വ്യക്തവുമാണ്. മാത്രമല്ല, കഴിഞ്ഞ മാസം ഏഷ്യയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉന്നത കമാൻഡർമാർ അമേരിക്കയിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്കുള്ള സൈനികരെ കുറയ്ക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ കുറവ് ഉത്തര കൊറിയക്കെതിരായ തങ്ങളുടെ ശേഷിയെ അപകടത്തിലാക്കുമെന്നും അതുപോലെ തന്നെ ശത്രുശക്തികളോട് സാധ്യതയുള്ള സംഘർഷങ്ങളിൽ തങ്ങളുടെ കഴിവിനെ ബാധിക്കുമെന്നും സൈനികർ പ്രസ്താവിക്കുകയുണ്ടായി. കൂടാതെ സൈനികരുടെ എണ്ണം കുറയ്ക്കുന്നത് സ്ഥിതിഗതികൾ വളരെയധികം ദുഷ്കരമാക്കുമെന്ന് കൊറിയയിലെ അമേരിക്കൻ ആർമി കമാൻഡർ ജാവിയൻ ബ്രാൻസൺ അമേരിക്കൻ പാർലമെന്റിൽ പറഞ്ഞതായി പോസ്റ്റ് പറയുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ചയും നടന്നില്ലെന്ന് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. ഉത്തര കൊറിയക്കെതിരായ ഒരു പ്രതിരോധമായി പ്രവർത്തിക്കുന്ന അമേരിക്കയുമായി ശക്തമായ സംയുക്ത പ്രതിരോധ നിലപാട് നിലനിർത്തുവാൻ അവർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.